നമസ്കാരം. 2 തരം മനോരഥങ്ങളാണ് നമ്മൾ കണ്ടത്. മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛനും മലയാള സിനിമയുടെ മഹാനടനും സാധാരണ മനുഷ്യരെ മനസ്സിലാക്കുന്ന, സ്നേഹം മാത്രമുള്ളവരാകുന്ന ഒരു കാഴ്ച. മറ്റൊന്ന്, ആധിപത്യ അധികാര ശ്രേണി ഏതു തലത്തിലും പ്രവർത്തിക്കുമെന്ന, ഏതവസ്ഥയിലും ഏതിടങ്ങളിലും പുറത്തുവരുമെന്ന കാഴ്ച. ക്ഷമ പറഞ്ഞു, നല്ലത് തന്നെ. പക്ഷെ അപ്പോഴും ബാക്കി വരുന്ന ചോദ്യങ്ങളുണ്ട്. പൊതുവേദിയിൽ ഇങ്ങനെയെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പണ്ഡിത ആധിപത്യ ബോധങ്ങൾ എങ്ങനെയാകും പ്രവർത്തിക്കുക? സാംസ്കാരിക അധികാരക്രമം ആരാണ് തീരുമാനിക്കുന്നത്? കല നേടിത്തരുന്നതും കാത്തുവെക്കുന്നതും തിരിച്ചറിവല്ലേ? അരങ്ങിൽ അപമാനം. ചർച്ചയിൽ ഇപ്പോൾ വിവാദ നായകനായി മാറിയിരിക്കുന്ന രമേശ് നാരായൺ സംഗീത സംവിധായകൻ തന്നെയുണ്ട്. അതോടൊപ്പം സംവിധായകനായ MA നിഷാദ്, സിനിമാ താരവും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂർ, സംവിധായകൻ സജിൻ ബാബു എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ രമേശ് നാരായണിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ രമേശ് നാരായൺ, താങ്കൾ ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ നമ്മുടെ ഈ 1 മണിക്കൂർ ചർച്ചയിൽ താങ്കൾക്ക് അതേക്കുറിച്ചൊന്ന് വിശദമായി പറയാം. അപ്പോഴും ആ നിമിഷത്തിൽ, ആ സമയത്ത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തുറന്നു പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അത് എനിക്ക് വലിയ വിഷമമുണ്ട്, ആദ്യം പറയാം. അങ്ങനെ സംഭവിച്ചു പോയതിൽ, യാദൃച്ഛികമായി സംഭവിച്ചു പോയതിൽ ഐ ഫെൽറ്റ് സോ സോറി. പിന്നെ വേറൊരു കാര്യം, ഞാൻ സാറിൻ്റെ MT സാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കാര്യം. സെക്കൻഡറി, എന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയായിരുന്നു, സാറ് വരുന്നില്ലേ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്, ഐ വിൽ ബി ദർ. അപ്പോൾ എനിക്ക് MT സാറിൻ്റെ കൂടെ ഇരിക്കും വേണം, ബ്ലെസ്സിങ്സും വാങ്ങിക്കണം. എനിവേ ഐ വിൽ ബി ദർ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ എത്തുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ നടക്കുന്നത്, നമ്മുടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ആൻഡോളജിയുടെ ആദ്യം സാറിൻ്റെ ഫങ്ഷൻസൊക്കെ കഴിഞ്ഞു, MT സാറിൻ്റെ. അത് കഴിഞ്ഞ് ആൻഡോളജിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഡയറക്ടേഴ്സിനെയും സ്റ്റേജിലേക്ക് ഓണർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്രൂസിനെയും അതിൽ മ്യൂസിക് കമ്പോസേഴ്സിനെയും വിളിക്കുന്നുണ്ട്. അവരെപ്പോഴും വരുന്നു എന്നുള്ള അതും കൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും കഴിഞ്ഞു. ജയരാജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി ഐ വിൽ ബി റെഡി ടു, ഞാൻ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തോ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പേര് അവിടെ അനൗൺസ് ചെയ്തില്ല ആ സമയത്ത്. അപ്പോൾ തന്നെ എനിക്ക് വല്ലാതൊരു മാനസികമായ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാകും. കാര്യം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചു, ഞാൻ വർക്ക് ചെയ്തു 2-3 ദിവസം JRG ഇവിടെ തന്നെയായിരുന്നു, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത മൂവിയാണ്. ഓക്കെ, എൻ്റെ പേര് വരാത്തപ്പോൾ എനിക്ക് അയ്യോ പോട്ടെ, സാരമില്ല പോട്ടെ, ഞാനിങ്ങനെ വിഷമമായി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ഞാൻ ഇരുന്നിട്ടുണ്ടാവും. ഈ അരമണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകണം. അപ്പോൾ MT സാറിൻ്റെ മോളെടുത്ത്, അശ്വതിജി എടുത്ത് ഞാൻ പറയുകയാണ്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ സാർ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനും കൂടെ വർക്ക് ചെയ്തിരുന്നു ജയരാജിയുടെ പടത്തിൽ. അയ്യോ സാറിനെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ സാറില്ല, അതൊരു ഇഷ്യൂ അല്ല, നോ പ്രോബ്ലം, ഞാൻ പോകാൻ പോവാണ്, കുഴപ്പമില്ല. അയ്യോ സാർ പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് അനൗൺസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ കുട്ടി അനൗൺസ് ചെയ്തത് സന്തോഷ് നാരായൺ എന്ന്. സന്തോഷ് നാരായൺ അനൗൺസ് ചെയ്തു. അത് ഓക്കെ സാരമില്ല പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ മാറ്റി അനൗൺസ് ചെയ്തു രമേശ് നാരായൺ. അത് കുഴപ്പമില്ല. സന്തോഷ് നാരായൺ ഓൾസോ ഈസ് എ വെരി ബിഗ് മ്യൂസിക് കമ്പോസർ, എനിക്കറിയാം. അപ്പോൾ സാരമില്ല, അത് പോട്ടെ. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ സ്റ്റേജിലേക്ക് കയറിയില്ല കേട്ടോ. ഞാൻ താഴെയായിരിക്കുന്നത്. സ്റ്റേജിലേക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് സ്റ്റേജിൽ കാലിലും ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, സ്റ്റേജിലേക്ക് കയറുന്നില്ല ഞാൻ. പിന്നെ അങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, ഇവിടെ തരാൻ മതി എന്ന് കൈകൊണ്ട് കാണിക്കുന്നത്, ഇവിടെ തരാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഭവമാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ആസിഫ് ഓടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല അവിടെ എന്താണ് അനൗൺസ്മെൻറ്റ് നടന്നതെന്നുള്ളത്. അത് TV നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയറാണ്, പക്ഷേ അവിടെ ബഹളങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ആസിഫ് വന്നിട്ട് എനിക്ക് മൊമെൻറ്റോ തരുന്നു. അപ്പോൾ ആസിഫ് കൊണ്ടുവരുന്ന മൊമെൻറ്റോ എനിക്കാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല. കാര്യം ആസിഫ് നേരെ സ്റ്റേജിലേക്ക് കയറി എന്നെ വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പോകുമായിരുന്നു. ആസിഫ് നേരെ സ്റ്റേജിൽ വന്നിട്ട് സാറിന് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിരുന്നു അത്.
പക്ഷേ അവിടെ പറ്റിപ്പോയി തെറ്റെന്ന് ആസിഫ് വന്നു. ആസിഫ് ഞാൻ വാങ്ങിച്ചു ആസിഫിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടെ എൻ്റെ കൂടെ വന്നാൽ നന്നായിരിക്കും. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും കൂടെ വിളിക്കുന്നു. അപ്പോൾ ആസിഫ് ആ സമയത്താണ്, ആ മൂമെൻറ്റിലാണ് ആസിഫ് അവിടെ നിന്ന് പിന്നോട്ട് മാറി. ആസിഫ് പിന്നോട്ട് മാറിയപ്പോൾ ഞാനും ജയരാജിയും മാത്രമായി. അല്ലെങ്കിൽ അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ, ആസിഫും കൂടെ ഇതിൽ വന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ആസിഫ് ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി യാദൃശ്ചികമായി സംഭവിച്ചൊരു സംഭവമാണ്. ഞാനൊരു എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് വലിയൊരു വിഷമമുള്ളത് MT സാറ് എൻ്റെ 96 MT സാറിന് വേണ്ടിയിട്ട് MT സാർ എനിക്ക് ചാൻസ് തരികയാണ് നാഷണൽ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതിന് എൻ്റെ സോങ്ങിന് അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്തത്. അതൊരു ഭാഗ്യം. അതിനുശേഷം എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് MT സാറിനുള്ളത്. ആ ചടങ്ങിന്റെ ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഒരുപാട് സ്ഥലത്ത് പ്രൊമോട്ട് ചെയ്ത വലിയ ഒരു മനുഷ്യനാണ്. എൻ്റെ ഗുരുതുല്യനാണ്. ആ ചടങ്ങിന്റെ ഒരു ഭംഗി കെട്ടുപോയി ഈ വിവാദത്തോടെ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ റിഗ്രറ്റ്, വലിയൊരു വിഷമമുണ്ട് എനിക്കത്. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. അല്ല, എനിക്ക് വലിയ വിഷമമുണ്ടത്. ആ ചടങ്ങ് ഈ ഒരു ഇഷ്യൂ കാരണം വല്ലാതായിപ്പോയി. അതെനിക്ക് വലിയ വിഷമമുണ്ട് അതിൻ്റെ ടുവേർഡ്സ് എൻഡ്. പക്ഷേ ഭാഗ്യത്തിന് MT സാർ അവിടെ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സാർ റൂമിലേക്ക് പോയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും കാണാൻ വേണ്ടി വന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തായാലും എനിക്ക് വലിയ വിഷമമുണ്ട്. ഇത് ആസിഫിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമമുണ്ട് മോനെ. റിയലി സോറി ആസിഫ്. ഞാനത് ആ സമയത്തെ ജയരാജി വരട്ടെ, അതാ പറഞ്ഞത്, അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ ആസിഫിനെ കരുതി കൂട്ടി അങ്ങോട്ട് അപമാനിക്കാനുള്ള ശ്രമമൊന്നും അല്ലത്. എന്താവശ്യം അതിന്? പക്ഷേ എനിക്ക് പിന്നീട് കാണുന്നത് ഇതൊരു വർഗീയപരമായ ഒരു രീതിയിൽ ഇതിനെ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ താങ്കൾ യാദൃശ്ചികമായി ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പറയുന്നത് അവിശ്വാസത്തിലെടുക്കുക തന്നെയാണ്, ശരിയാണ്. താങ്കളുടെ പേരടക്കം തെറ്റി വിളിക്കുമ്പോൾ അതൊക്കെ പല പരിപാടികളിലും പലരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആങ്കർമാർ കാര്യമായി മനസ്സിലാക്കാതെ, ആരെയും തിരിച്ചറിയാതെ ഈ തരത്തിൽ പേര് തെറ്റിക്കുക, അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറ്റുന്ന വലിയ വിഡ്ഢിത്തങ്ങൾ തന്നെ സഹിക്കേണ്ടി വരുന്നുണ്ട്. അതൊരു സത്യമാണ്. പക്ഷേ ആ ഘട്ടം വരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് അതൊരു അപമാനമായി തോന്നി. ആദ്യം പേര് വിളിച്ചില്ല എന്നുള്ളൊരു വിഷയം, പിന്നീട് അശ്വതി എന്നെ പറഞ്ഞ് വിളിപ്പിക്കുന്നു, അതിപ്പോൾ ഇങ്ങനെയാകുന്നു, തെറ്റി വിളിക്കുന്നു. പക്ഷേ ആസിഫ് അലി എന്തു പിഴച്ചു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആ പേര് താങ്കൾ വിളിക്കുന്ന കേട്ടില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അടുത്ത് നിൽക്കുന്ന, താങ്കളോട് ചിരിക്കുന്ന ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. താങ്കളുടെ മുഖത്തൊരു ദേഷ്യമുണ്ട്, ഒരു രോഷമുണ്ട്. ആ മുഖത്തേക്ക് നോക്കാതെയാണ് താങ്കൾ ഉടനെ അത് വാങ്ങി. അങ്ങനെ കൊണ്ടുതരുന്ന ഒരാളല്ലല്ലോ ആസിഫ് അലി. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെയാണ്. ഈ കാലത്തെ ഈ തലമുറയിലെ പ്രധാനപ്പെട്ട നടനാണ്, നല്ല തിരക്കുള്ള നടനാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ആസിഫ് അലി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് താങ്കളോട്. താങ്കൾ മുഖത്തേക്ക് നോക്കാതെയാണ് ജയരാജനെ വിളിക്കുന്നത്. അപ്പോൾ ജയരാജൻ്റെ കൂട്ടത്തിലുള്ള ടീമായിട്ട് താങ്കളുടെ പേര് അതിൽ വന്നില്ല. അതിൽ അദ്ദേഹത്തിന് എത്ര പങ്കുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ജയരാജനിൽ നിന്ന് തന്നെ അത് സ്വീകരിക്കണമെന്ന് താങ്കൾ പിന്നെ നിശ്ചയിക്കുന്നു. താങ്കൾക്ക് തന്ന പുരസ്കാരമാണ് അത് വേറൊരാളുടെ അടുത്ത് കൊടുത്ത് പിന്നെയും മേടിക്കുമ്പോൾ അവിടെ അദ്ദേഹം അപമാനിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇപ്പോഴാണ്, ഈ വിവാദം ഉണ്ടായപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് പറയുമ്പോൾ അതിലൊരു ശരികേടുണ്ട് ശ്രീ രമേശ് നാരായൺ. അല്ല, അതൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. അത് ഈ ജയരാജിനെ വിളിച്ചു. അപ്പോൾ ജയരാജിൻ്റെ കയ്യിലേക്ക് ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിരിച്ചിട്ടാണ് ജയരാജ് പിടിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരെ ആക്കിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ പിടിക്കുകയാണ് ഞാൻ. അപ്പോൾ ജയരാജിരുന്ന് വാങ്ങിക്കുന്നതല്ല ഇത് ഞാൻ ശരിക്കും. അതല്ല ഒരു കാര്യം ഉണ്ടായത്. പക്ഷേ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ജയരാജിൻ്റെ അടുത്ത് ജയരാജിൽ നിന്ന് വാങ്ങിക്കാനല്ല ഞാൻ പോണത്. ഹി ഷുഡ് ബി വിത്ത് മീ, ദാറ്റ്സ് ഓൾ. അത്രേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആസിഫ് അലിയിൽ നിന്ന് റിസീവ് ചെയ്ത സാധനമാണത്. അല്ല, റിസീവ് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷമോ ഒരു കൈ കൊടുക്കലോ ഒന്നും കണ്ടില്ലല്ലോ. റിസീവ് ചെയ്തതാണ്. ഇല്ല ശ്രീ രമേശ് നാരായൺ, അങ്ങനെയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്നതിൽ താങ്കൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. താങ്കളുടെ മുഖം വല്ലാതെ ഭാവമായിരുന്നു താങ്കളുടെ മുഖത്ത്. ക്യാമറ അതും ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ട കാര്യമല്ലേ. തീർച്ചയായിട്ടും
അല്ല അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കാരണം ഞാനൊരു വേറൊരു ഒറ്റപ്പെട്ടവനായിട്ട് വാങ്ങിക്കുന്നൊരവസ്ഥയാണ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാവുന്നത്. അത് എൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ഒറ്റപ്പെട്ട രീതിയിലാണ് എനിക്ക് അവാർഡ് തരുന്നത്. ഞാൻ അവരുടെ കൂടെ വാങ്ങിക്കേണ്ട ആളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ സന്തോഷമല്ല ഉണ്ടാവും എനിക്ക് മനസ്സിന് വിഷമം തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒന്നുമില്ല, എനിക്ക് ആ ഡയറക്ടറും കൂടെ നിന്നിട്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷേ ഇങ്ങനെയൊക്കെ മാറി മറിഞ്ഞ് വരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. താങ്കൾ വിചാരിച്ച രീതിയിലല്ല, അത് ആകെ കാര്യങ്ങൾ കൈവിട്ടു പോയി. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ താങ്കൾക്കെതിരെ വരുന്നുണ്ട്. മാത്രമല്ല, താങ്കളെ പിന്തുണയ്ക്കുന്നവർക്ക്, താങ്കൾ ഈ പറയുന്നു ഇതിനകത്ത് മതവും ജാതിയും ഒന്നും വിഷയമല്ല എന്ന് പറയുമ്പോൾ, മതം വിഷയമാക്കിയിട്ടുള്ളവരാണ് താങ്കളെ പിന്തുണയ്ക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിൻ്റെ ഗൗരവവും അപകടവും താങ്കളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഞാൻ സംഗീതത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സംഗീതത്തെ കാണുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ഗഗ്ഗെ നസീർ ഖാൻ മുതലാണ്. എൻ്റെ ഉസ്താദ് ഗഗ്ഗെ നസീർ ഖാൻ മുതലാണ് എൻ്റെ സംഗീതം വരുന്നത്. എനിക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. അല്ലാവിൽ നിന്നാണ് ഞാൻ കൃഷ്ണനെ പാടുന്നത് എപ്പോഴും എന്നും. പക്ഷേ ഈ വർഗീയത നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അത് ഞാൻ ഒരു കാര്യം ഞാൻ ഇന്ന് അല്ലാവിനെ പാടിയിട്ടുണ്ടെങ്കിൽ കേൾക്കുക, ഞാൻ ഇന്ന് അല്ലാവിനെ പാടുന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അല്ലല്ല ഞാൻ പറയട്ടെ, ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ല. അത് നിങ്ങളത് വേറെ തിരിച്ച രീതിയിൽ എടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. താങ്കൾ ചിന്തിച്ചു എന്നല്ലോ ഞാൻ പറഞ്ഞത്. ലോകത്തിന്റെ നാശത്തിന് മാത്രമേ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ ചിന്തിച്ചു എന്നല്ല ശ്രീ രമേശ് നാരായൺ. താങ്കൾ അങ്ങനെ ചിന്തിച്ചു എന്നല്ല. പക്ഷേ താങ്കളെ പിന്തുണയ്ക്കുന്നവർക്ക് ആ ചിന്തയുണ്ട് എന്നിടത്താണ് അതിന്റെ അപകടം. താങ്കളെ ഇപ്പോൾ പിന്തുണച്ചു വരുന്നവർ ഒരു ഭൂരിപക്ഷ വിഭാഗം, ആ വിഭാഗം എന്ന് പറയുന്നത് വർഗീയമായ നിലപാടെടുക്കുന്നവരാണ്. അപ്പുറത്ത് ആസിഫ് അലിയോട് അങ്ങനെ മതി എന്ന മട്ടിൽ പ്രതികരിക്കുന്നവരാണ് താങ്കളെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെ താങ്കൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അയ്യോ, ഒരിക്കലും ദയവ് ചെയ്ത് ഞാൻ പറയാം, തൊഴുതുകൊണ്ട് പറയാം, ആസിഫ് അലി നമ്മുടെ സ്വന്തം ആളാണ്. അത് മനസ്സിലാക്കണം. ആസിഫ് അലി ഈസ് എ ഗ്രേറ്റ് ആക്ടർ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അത് വേറെ കാര്യം. അദ്ദേഹത്തിലെ കലാകാരനെ ഞാൻ നമിക്കുന്നു, അത് വേറെ കാര്യം. ഏതൊരു കലാകാരനെയും അത് വേറെ കാര്യം. പക്ഷേ ഇത് വേറൊരു രീതിയിൽ ഒരിക്കലും എത്തിക്കരുത്. പിന്തുണയ്ക്കുക എന്നല്ല, ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പറഞ്ഞല്ലോ. തെറ്റെല്ലാവർക്കും സംഭവിക്കും. ആരും എന്നെ പിന്തുണക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തത് അവിടെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് പേർപ്പസ്ലി ഞാൻ ചെയ്തതല്ല ഇത്. അതാദ്യം മനസ്സിലാക്കണം. ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണെന്ന് ഞാൻ പറഞ്ഞു ആദ്യം. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വളച്ചൊടിച്ച് വെറുതെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇത് വഷളാക്കരുത്. യാദൃച്ഛികമായി എവിടെയും എന്തും സംഭവിച്ചു പോവാം. അത് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് അതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ശ്രീ രമേശ് നാരായൺ, താങ്കൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. താങ്കൾ ഖേദം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ ആസിഫ് അലിയെ വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ആസിഫ് അലിയെ ഞാൻ വളരെ തവണ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അത് ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്, പ്ലീസ് കോൾ മീ ആസിഫ്. മെസ്സേജും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫോൺ എടുത്തിട്ടില്ല. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടി മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വിളിച്ചാൽ ഞാൻ സംസാരിക്കും, അത്രയേ ഉള്ളൂ. ശ്രീ രമേശ് നാരായൺ, ഇപ്പോൾ താങ്കൾ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നാളെയും നോക്കായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. ശരി, താങ്കളുടെ ഈ പ്രതികരണത്തോട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സിനിമാ ലോകവും പ്രതികരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ചർച്ചയിലും സിനിമാ ലോകത്തുനിന്നുള്ള പ്രതിനിധികളാണ്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ആസിഫ് അലിയുടെ ചിരിക്കുന്ന മുഖം, അതിനൊപ്പം എഴുതിയിരിക്കുന്ന വാചകം ഇതാണ്: ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. എന്തു തോന്നുന്നു? അയ്യോ, ഞാൻ എങ്ങനെ ആട്ടി അകറ്റിയെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു അവിടെ
ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഒരു ഡിസ്ക്രിമിനേഷനും ആർക്കും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ സംഭവിച്ചു പോയെങ്കിൽ എൻ്റെ ആ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ പെർപ്പസ്ലി ചെയ്തതല്ല. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ ശ്രീ രമേശ് നാരായണൻ, അവിടെ അതിനു മുമ്പുണ്ടായ താങ്കളെ അവഗണിച്ചു എന്നുള്ള താങ്കളുടെ ഒരു മോശം അനുഭവം, ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ അത് അവാർഡ് മേടിക്കുമ്പോഴും അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനുശേഷം അത് തുടരേണ്ടതാണ്. അപ്പോൾ താങ്കളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൈ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഐ കോൺടാക്ട് പോലും, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, കൈ കൊടുക്കുന്നില്ല. ആസിഫ് അലി ആണെങ്കിൽ നിറഞ്ഞു ചിരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ അത് ശ്രദ്ധിക്കുന്നത്. പക്ഷേ താങ്കൾക്ക് ജയരാജൻ വന്നപ്പോഴേക്കും താങ്കളുടെ മൂഡ് മാറുന്നു. ജയരാജ് വരുമ്പോഴേക്കും താങ്കളുടെ മുഖം മാറുകയാണ്, താങ്കൾക്ക് ചിരിക്കാൻ സാധിക്കുന്നു, താങ്കൾ പഴയ വിഷമം മറക്കുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതെനിക്ക് ആ സമയത്ത് സംഭവിച്ചു പോയതാണ്. എനിക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല. ആ സിറ്റുവേഷനിൽ സംഭവിച്ചു പോയതാണ്. ഒരിക്കലും ആസിഫിനെ ഞാനൊരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി പറയാണ്, ഞാൻ വീണ്ടും കരുതുന്നത് ആസിഫ് അവിടെ തന്നെ നമ്മുടെ ഏരിയയിലുണ്ട്, ആസിഫും കൂടെ ഇങ്ങോട്ട് വരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആസിഫിന് അത് ചിലപ്പോൾ അത് വളരെ മോശമായിട്ട് ഫീൽ ചെയ്ത് കാണും. ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ ആസിഫിൻ്റെ ആംഗിളിൽ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ഐ ഡിഡ് എ റോങ് തിങ്. ഞാനത് റിയലൈസ് ചെയ്യുന്നു. അതാണ് കാര്യം. നമ്മളെല്ലാവരും കൂടെ ഹാപ്പി. അപ്പോൾ ഇദ്ദേഹം കൂടെ വന്നപ്പോൾ, ആസിഫും കൂടെ ഉള്ളപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു ആ സമയത്ത്. അതാണ് അവിടെ സംഭവിച്ചത്. ശരി, ഈ കാര്യത്തിൽ അതാണ് എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചു പോയത്. ശരി, ശ്രീ രമേശ് നാരായണൻ അതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ശരി, ശ്രീ രമേശ് നാരായണൻ, ഇപ്പോൾ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എന്നുള്ളത് ഒട്ടും നല്ല കാര്യമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ താങ്കൾക്ക് ഒരു വിഭാഗം പിന്തുണ നൽകുന്നു എന്നതോടൊപ്പം തന്നെ ആ പിന്തുണ എന്ന് പറയുന്നത് ആസിഫ് അലിക്കെതിരെയുള്ള ആക്രമണമാണ്. ആ രൂപത്തിലാണ് അത് വരുന്നത്. ആസിഫ് അലിക്കെതിരെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ മോശം പരാമർശങ്ങൾ, മോശം പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മതം നോക്കിയുള്ള ആക്രമിക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരോട് ചില കാര്യങ്ങൾ കൂടി താങ്കൾ പറയേണ്ടതല്ലേ? ഈ ഘട്ടത്തിൽ അതിനൊരു ഉത്തരവാദിയായി എന്നതിൻ്റെ ഘട്ടത്തിൽ താങ്കൾക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്, അതിന്മേലൊരു പ്രതികരണം നടത്തേണ്ടതുണ്ട്. അവരോട്, ആസിഫ് അലി ആക്രമിക്കുന്നവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും പാടില്ല. കാര്യം ഇത് ഞാനും ഒരു കലാകാരനും തമ്മിലുള്ള ഒരു എന്താ പറയുക, ആ സമയത്ത് സംഭവിച്ചു പോയ കാര്യമാണ്. ഇതിനെ നിങ്ങൾ വേറൊരു രീതിയിൽ വർഗീയ ചിന്താഗതിയോടുകൂടി കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അല്ലാവിനെ പാടുന്നു, ഞാൻ ശ്രീകൃഷ്ണനെ പാടുന്നു. എനിക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. എൻ്റെ ശിഷ്യന്മാർ എല്ലാം മുസ്ലിം ശിഷ്യന്മാരാണ് എനിക്കുള്ളത്. അതെന്താ മനസ്സിലായി? എൻ്റെ ഗുരു ഉസ്താദ് നസേഗ് ഖലിഖാനാണ്, ഖാൻ സാഹിബ് മുഹമ്മദ് ഹുസൈൻ ജിയാണ് എൻ്റെ ഗുരു. അതിൽ നിന്നാണ്, ആ പിന്തുടർച്ചയാണ് ഞാനുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ വേറെ രീതി കണ്ട് ആസിഫിനെ വേറെ രീതിയിലും സംഘപരിപാടെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും ചെയ്യരുത്. ദയവ് ചെയ്ത് ഞാൻ തൊഴുത് പറയാണ്, ദയവ് ചെയ്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് ഇനിമേൽ. ഞാൻ അങ്ങനെ സംഭവിച്ചു പോയാലും ഞാൻ പറഞ്ഞല്ലോ. ശരി, ശ്രീ രമേശ് നാരായണൻ, താങ്കൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കേൾക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ താങ്കളോട് ഈ രൂപത്തിലൊരു വിതർക്കത്തിലേക്ക് പോവുകയല്ല, ബാക്കിയുള്ളവർ പറയുന്നത് കൂടി കേൾക്കാം ഈ ഘട്ടത്തിൽ ഞാൻ കരുതുകയാണ്. ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ ശ്രീ രമേശ് നാരായണൻ വിശദമായി തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് തുടക്കം മുതൽ പറഞ്ഞല്ലോ. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ വിശദീകരണത്തിന് ശേഷം? തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. ശ്രീ രമേശ് നാരായണൻ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പാകപ്പുഴയിൽ അദ്ദേഹം വ്യാജം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കണക്കിലെടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ റീസൺസ് ഒക്കെ കുറച്ച് ഫ്ലിംസി ആയിപ്പോയി. പക്ഷെ ഞാൻ കൂടുതൽ കുത്തിനോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ചർച്ചയിൽ സ്മൃതി പറഞ്ഞൊരു വലിയ ഘടകമുണ്ട്. കാര്യം കലയെ വർഗീയമായി കൂട്ടിക്കഴുകുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോഴും പാഠം ഉൾക്കൊള്ളാതെ ഫാസിസ്റ്റ് ചിന്തകളുമായി നടക്കുന്ന ചില ആളുകൾ
എല്ലാത്തിടത്തും വർഗീയത മാത്രം ലാക്കാക്കി നടക്കുന്ന ഇന്ന് ഈ റിപ്പോർട്ടറിലെ ഈ ന്യൂസ് ചർച്ച നടക്കുമ്പോൾ താഴെ വരുന്ന കമന്റുകളിൽ മുഴുവൻ വരാൻ പോകുന്ന വിഷം ചീറ്റുന്ന കമന്റുകളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആംബീസ് ബോധയുടെ പോലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഘടകമുണ്ട്. ഈ കേരളത്തില് നമ്മൾ വളരെ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു സന്ദർഭം വരുമ്പോൾ പോലും വർഗീയപരമായി അതിനെ ചിത്രീകരിക്കാൻ ചില കുൽസിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് തള്ളി പറയേണ്ടത്. അതിനെ ശ്രീ രമേശ് നാരായൺജി തള്ളി പറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളുകളായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തൊഴുതു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നൊരു അഭിപ്രായമാണ്. ഇത് കൂടുതൽ സങ്കീർണമാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് വേറെ പലതും പറയാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൺഫെഷനിലോടുകൂടി ഞാനൊന്ന് കുറച്ചുകൂടി എന്റെ കമന്റ്സുകൾ റിസർവ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ പ്രോഗ്രാം ഞാൻ കാണുകയും അതിൽ ആസിഫ് അലിക്കുണ്ടായ ഒരു അവഗണന, അത് ആസിഫ് അലിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും ഉണ്ടായ ഒരു അവഗണനയാണെന്ന് ഞാൻ കരുതുന്നു. ആ സമയത്തും ദുർഗാകൃഷ്ണനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഓടിപ്പോയി ആസിഫിന് കൈ കൊടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്, അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കലാകാരൻ അപമാനിക്കപ്പെടുമ്പോൾ കലാകാരൻ എന്ന നിലയിലല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും അതുപോലെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതിന് ശ്രീ രമേശ് നാരായൺജി അദ്ദേഹം അതിന് ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഈ വിഷയം ഒരു സങ്കീർണമാക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം, ജയരാജിനോട് കാണിച്ച ഒരു സ്നേഹത്തിന്റെ ഒരു അംശം പോലും, ഒരു കൺസിഡറേഷൻ പോലും ആസിഫ് അലിയോട് കാണിച്ചില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് പറ്റിപ്പോയതാണ് എന്നും അദ്ദേഹം കൺഫ്യസ് ചെയ്ത സ്ഥിതിക്ക് ഞാനത് കൂടുതൽ കുത്തി നോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയുമല്ല. ഒരാൾ പരാജിതനായി അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു പിഴവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തൊഴുകൈയോടുകൂടി സംസാരിക്കുമ്പോൾ അതിനെ മാനിക്കണമെന്നാണ് എന്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് വരുമ്പോൾ ഏറ്റവും ആകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഒരു മതത്തിന്റെ പേരില് അല്ലെങ്കിൽ വർഗീയപരമായി ഇതിനെ ആളിക്കത്തിക്കാൻ ചില ആളുകൾ കാലാകാലങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ച് കാണും. പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, കലാകാരന്മാരായാലും എല്ലാവരും ഇത്തരം കുൽസിത പ്രശ്നങ്ങളുമായി വരുന്നവർ, ഇത്തരം ആളുകളെ, ഇത്തരം ഫ്രസ്ട്രേറ്റഡ് മൈൻഡുകളെ അകറ്റി നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും. അത് തീർച്ചയായിട്ടും എന്റെ സഹപാനലിസ്റ്റുകൾക്കും ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രമേശ് നാരായണൻ, ഇപ്പോൾ അമ്മ സംഘടനയുടെ പ്രതികരണം, ഞാൻ നേരത്തെ വായിച്ച സിദ്ദിഖിന്റെ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, അത് അമ്മ സംഘടനയുടെ, താരസംഘടനയുടെ തന്നെ നിലപാടായി വന്നിരിക്കുകയാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇതേ വാചകങ്ങൾ തന്നെ വരികയാണ്. അപ്പോൾ സിനിമാ താരങ്ങളുടെ സംഘടന ഒരുമിച്ചൊരു നിലപാടെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാലോ. ആ തരത്തിൽ പ്രൊഫഷണലി അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ടോ ഈ ഘട്ടത്തിൽ? ഇത് ഞാൻ പറഞ്ഞില്ലേ, യാദൃശ്ചികമായി സംഭവിച്ചു പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ദുഃഖിക്കുന്നു അതിൽ. പക്ഷേ ഇങ്ങനെയൊരു വേറൊരു രീതിയിലുള്ളൊരു ചിന്ത ഇതിൻ്റെയൊക്കെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് യാദൃച്ഛികമായി സംഭവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് വീണ്ടും അത് പറയാണ്. ഈ അമ്മ സംഘടനയ്ക്കൊക്കെ ഇതിലൊരു വ്യക്തത വരാൻ ഇനി അവരുമായി ബന്ധപ്പെടുന്നുണ്ടോ താങ്കൾ? ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കാമല്ലോ. അത് ഇനിയും എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇനിയും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കല്ലോ. ഞാൻ ഓൾസോ മെമ്പറാണ്, പെഫ്കയിൽ മെമ്പറാണ്, മ്യൂസിഷ്യൻസിൻ്റെ മെമ്പറാണ് ഞാനും. അപ്പോൾ എല്ലാവരും നമ്മൾ ഫ്രണ്ട്ലി ബ്രദർലി എഫെക്ഷനിൽ പോണാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിപ്പം എന്നിൽ വന്നു പോയത് തെറ്റ് ആണ് എന്ന് എനിക്ക് ബോധ്യം തോന്നുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത്. അത് ഞാൻ പറയുകയും ചെയ്തു. എല്ലാവർക്കും വരുന്നതാണിത്. പക്ഷേ ഇത് വേറെ രീതിയിൽ ഒടിച്ചു വളച്ച് വേറൊരു രീതിയിൽ എത്തിക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ അമ്മ സംഘടന താരസംഘടനയ്ക്ക് ഞങ്ങളിൽ ഒരാളെ അപമാനിച്ചു എന്ന ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഘടനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം വരുമ്പോൾ അവരെന്തായാലും താങ്കളെ ഇങ്ങോട്ട് വിളിക്കില്ല, താങ്കൾ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമോ? ഞാൻ അങ്ങോട്ട് വേണമെങ്കിലും പോവാം, ഇങ്ങോട്ട് വേണമെങ്കിലും വരാം. ഞാൻ അതാണ് പറഞ്ഞത് താങ്കളുടെ അടുത്ത്. ഞാൻ അങ്ങോട്ട് വേണമെങ്കിലും പോകാൻ റെഡിയാണ്. എന്താണ് പ്രശ്നം? അത് എന്നിൽ വന്ന് തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഡെഫിനറ്റ്ലി പറയുമല്ലോ. അതിൻ്റെ അകത്ത് യാതൊരു ഇഷ്യൂസും ഇല്ല എനിക്ക്. ഞാൻ ഡൗൺ ടു എർത്താണ് മാഡം. ഞാനങ്ങ് മുകളിൽ കിടക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ തന്നെ വലിയ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് മാനസികമായി ഫീൽ ചെയ്തു പോയത് ആ സമയത്ത്. എനിക്ക് നാഷണൽ അവാർഡും എല്ലാ അവാർഡും വന്നിട്ടുണ്ട്. പക്ഷേ അതല്ല കാര്യം. ഈ സാറിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു അവാർഡ് സ്വീകരിക്കാൻ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഒരാഗ്രഹം. അത് സംഭവിച്ചില്ല. അപ്പം നാച്ചുറലി എനിക്ക് കിട്ടിയൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു അവിടെ. അത് ആസിഫിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ. അത് ഐ ആം സോ സോറി ഒന്നുകൂടെ പറയാണ് ആസിഫിൻ്റെ അടുത്ത്. ആസിഫിന് ഒരിക്കലും വിഷമം തോന്നരുത്. ഇനി ആസിഫിനെ ഞാൻ കാണും, ഇനിയും എനിക്ക് കാണണം. ഐ വിൽ മീറ്റ് ഹിം ഡെഫിനറ്റ്ലി. അപ്പോൾ ഉടനെ തന്നെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും, താങ്കൾ തന്നെ മുൻകൈ എടുത്തുണ്ടാക്കും അല്ലേ? ദൈവം ഉണ്ടാക്കട്ടെ. അദ്ദേഹം തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്. എപ്പോഴാണ് അതിൻ്റെ സന്ദർഭം ഉണ്ടാകുന്ന വെച്ചാൽ വരട്ടെ. അതിന് അല്ലാഹു അനുവദിക്കട്ടെ സമയം. ശ്രീ സി ഷുക്കൂർ, താങ്കളൊരു അഭിഭാഷകനാണ്, താങ്കളൊരു നടൻ കൂടിയാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ അമ്മ സംഘടന നടത്തിയിരിക്കുന്ന പ്രതികരണം താങ്കൾ കണ്ടു. പല തവണയായി ഖേദപ്രകടനം ഇപ്പോൾ രമേശ് നാരായണൻ നടത്തുന്നുണ്ട്. അദ്ദേഹം ഏതൊക്കെ അവസ്ഥയിലൂടെ അവിടെ ആ ചടങ്ങിനിടെ കടന്നുപോയി എന്നുള്ള കാര്യവും അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ക്ഷമിക്കാവുന്ന കുറ്റമല്ലേ? തീർച്ചയായും നമ്മുടെ ഒരു സമൂഹത്തിൽ ഇത്തരം മനുഷ്യ സഹജമായ വീഴ്ചകളും തെറ്റുകളും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ആ ക്ഷമ വളരെ യാതൊരു കലർപ്പുമില്ലാതെ ഏതെങ്കിലും ഉപാധി ഇല്ലാതെ അദ്ദേഹം ക്ഷമ ചോദിച്ചത്. അദ്ദേഹത്തെ പോലത്തെ ഒരു വലിയ കലാകാരൻ്റെ ഭാഗത്ത് ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം ഉണ്ടായത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് നമ്മളിന്ന് കാണുന്നതിൻ്റെ ഒരു പ്രത്യേകത. അമ്മ സംഘടനയും അതിലെ മുതിർന്ന നേതൃത്വവും ആ കാര്യം ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം തന്നെ പറഞ്ഞു, അമ്മയോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. നമ്മളത് മുഖവിലക്കെടുക്കണം. അമ്മ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരസ്യമായ ക്ഷമാപണം ഒരു ടെലിവിഷൻ ചാനലിൽ പ്രേക്ഷകരുടെ മുമ്പാകെ അദ്ദേഹം 2 or 3 വട്ടം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഗൗരവത്തിലെടുക്കണം, മുഖവിലക്കെടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു മറുവശം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാര്യവും വർഗീയവൽക്കരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് വലിയ ചൂണ്ടുവലകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നൽകുന്നത്. 2 മനുഷ്യർ തമ്മിലുള്ള എന്ത് പ്രശ്നത്തെയും അവർ ജനിച്ചു വളർന്ന മതവുമായി കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്യന്തം അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. അത് ഏത് നിലക്കും തടയിടാനും എതിർക്കാനുള്ള ഉത്തരവാദിത്വവും കലാകാരന്മാർ എന്ന നിലയിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കെല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട നിഷാദ് അദ്ദേഹം വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി, നമുക്കിടയിൽ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്നവർ, വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാ നിലയിലും നമ്മൾ തടയേണ്ടതുണ്ട്. അദ്ദേഹം ആസിഫ് അലി സാർ വന്ന സമയത്തുണ്ടായ പ്രതികരണം, രണ്ടാമത് ജയരാജ് വന്ന സമയത്തുണ്ടായ പ്രതികരണം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കതിൽ സംശയം തോന്നുന്നുണ്ട്. സ്വാഭാവികമായും മനുഷ്യസഹജമായ സംശയമാണ്. അദ്ദേഹത്തെ ആദ്യം തന്നെ പണക്കമുള്ളത് ജയരാജിനോടാണ്. ജയരാജ് അദ്ദേഹത്തെ കൂട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാരണം. അത് നമ്മൾ ഓൽക്കെടുത്താൽ പോലും രണ്ടാമതും ആസിഫിൻ്റെ അടുക്കുന്ന ആ സമ്മാനം വാങ്ങിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആസിഫിൻ്റെ മുഖത്ത് അദ്ദേഹം നോക്കിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജയരാജിനോട് പിണക്കം കാണിക്കേണ്ട ആൾ ആസിഫിനോട് എന്തുകൊണ്ട് പിണക്കം കാണിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാം അലട്ടുന്ന പ്രശ്നം, നമുക്ക് വിഷമമുണ്ടാക്കിയ സംഗതി. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി എൻ്റെ മാനസിക നില അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് പേര് തെറ്റായി. അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട സംഗീതത്തിനാണ്, ഒരുപാട് ആദരവ് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റായി വിളിച്ചു. അദ്ദേഹത്തിന് വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ന നിലയിലുണ്ടാകുന്ന ടെൻഷൻ നമുക്കത് അറിയാവുന്ന സംഗതിയാണ്. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചാണെന്ന് അദ്ദേഹം പറയുന്നതിന് മുഖവിലക്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനി കൂടുതൽ ചർച്ച ഉണ്ടാവാതിരിക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ
ഇത്തരം കാര്യങ്ങൾ വർഗീയത ഉണ്ടാക്കാനുള്ള നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലത് ഇതാണെന്ന് നമ്മൾക്കിവിടെ നിന്ന് പറയാം. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നമ്മൾക്കിവിടെ നിന്ന് പറയാം. പക്ഷേ ചർച്ചകൾ അതിൻ്റെ എല്ലാ തലവും കടന്ന് വളരെ മോശമായ രീതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആസിഫ് അലിക്കെതിരെയായ ഒരു അറ്റാക്കായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പുരസ്കാരം കൊണ്ട് കൊടുക്കുന്നു, അവിടെ മാന്യമായി ചിരിച്ച് മാറി നിൽക്കുന്നു അപമാനിക്കപ്പെട്ടിട്ടും എന്ന കാര്യം മാത്രമാണ് ആസിഫ് അലി ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ് ആസിഫ് അലിയുടെ കുഴപ്പം? അപ്പൊ ആസിഫ് അലിയുടെ കുഴപ്പം എന്താണ് എന്നാണ് പറയുന്നത്? ആസിഫ് അലി എന്താണ് ചെയ്തത്? ആസിഫ് അലി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കാണുന്നു വളരെ മാന്യമായി പക്വമായ സമീപനം ആ വേദിയിൽ അദ്ദേഹം എടുക്കുന്നു, അല്ലേ? അതിന് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോസ്റ്റ് ഇടുന്നവർ എന്താണ് ഉപയോഗിക്കുന്നത്, എന്ത് വിഷയമാണ് ഉന്നയിക്കുന്നത്? ആസിഫ് അലി എന്ന പേര്, അല്ലേ? സ്മൃതി ഒന്ന്, ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് നമ്മൾ തെറ്റായ പ്രയോഗമാണ്. അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടേ ഇല്ല. സത്യത്തിൽ ഇതിൽ അപമാനിക്കപ്പെടുന്നത് ശ്രീ രമേശ് നാരായണ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് വസ്തുത. ആസിഫ് അലിയെ പോലുള്ള വളരെ ബ്രില്യൻ്റായ ഈ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് അദ്ദേഹം. വളരെ മനുഷ്യത്വപരമായ സമീപനം, ഒരു മണിക്കൂർ പരിചയം, ഒരു നോട്ടത്തിൽ പരിചയമുള്ളവരോട് പോലും അങ്ങേയറ്റം മനുഷ്യത്വപരമായി പെരുമാറുന്ന നടനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആ സമയത്ത് നമ്മൾ എങ്ങനെ വൈകാരികമായ സമയങ്ങളിൽ, വൈകാരികമായ വിക്ഷോഭങ്ങൾ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു പൊതുവേദിയിൽ പെരുമാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ പൊതുവേദിയിൽ ആസിഫ് അലി കാണിച്ച പക്വത ശ്രീ രമേശ് നാരായണൻ കാണിക്കാൻ പറ്റാതെ പോയി. ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മുഖത്തേക്കെങ്കിലും ആ ഒരു ഭാവം വരും. അതില്ലാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മാറുന്നു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്വത കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അദ്ദേഹത്തിന് കൂടി ചെയ്തത്. വളരെ ഭയങ്കരമായ പേഴ്സണൽ അട്രാക്ഷനുള്ളൊരു വ്യക്തിയാണ് ആസിഫ് അലി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം നമുക്ക് ആലോചിക്കുന്നതിനപ്പുറത്താണ്. വളരെ വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരാളാണ്. തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ ഒന്നും ഈ നിങ്ങൾ വിചാരിക്കുന്ന സോ കോൾഡ് വർഗീയവാദികൾക്കൊന്നും അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല എന്ന് നമ്മളിത് കേരളത്തിൽ പലവട്ടം കണ്ടതല്ലേ. എപ്പോഴൊക്കെയാണോ ഈ വിഭാഗം കേരളത്തിൻ്റെ മതേതര ഫാബ്രിക് തകർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ കലാകാരന്മാരെ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെ ആ കലാകാരന്മാർ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് ഈ വിഭാഗീയത പടരാതിരിക്കാൻ കലാകാരന്മാർ എന്ന നിലയിൽ, പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഈ വിഷജന്തുക്കളെ, ഈ വിഷജീവികളെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പാകത മലയാളത്തിലെ കലാകാരന്മാർക്ക് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ടർബോ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട സമയം നമ്മളത് കണ്ടതല്ലേ, നമുക്കത് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നമ്മളത് ഭയപ്പെടേണ്ടതില്ല. ഈ മമ്മൂക്കാനെ പോലുള്ള പ്രഗത്ഭരായ നടന്മാർക്കത് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്ന അതിൻ്റെ അവസ്ഥയുണ്ടായത് നമ്മളത് പരിഗണിക്കേണ്ടതില്ല. ആസിഫ് അലിനെ പോലുള്ള ഇരുത്തം വന്ന വളരെ പുതിയ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായൊരു നടനെയൊന്നും വർഗീയത കൊണ്ട് അകറ്റി നിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നതിന് നമ്മൾ പരമ അബദ്ധമാണ്. അദ്ദേഹം അതിനൊക്കെ മേലെയുള്ള ആളാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും മതത്തിൻ്റെ കള്ളിയിലോ കുളത്തിലോ ഇട്ടിട്ട് വിശേഷിപ്പിക്കേണ്ട ആളുമല്ല. അദ്ദേഹം വലിയ റേഞ്ചുള്ള നടനാണ്. തീർച്ചയായും ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ഒരാൾ കഴിയില്ല. ആ വേദിയിൽ ഏറ്റവും മനോഹരമായി അതിന് കൈകാര്യം ചെയ്ത അദ്ദേഹത്തെയാണ് അദ്ദേഹം ആദരിക്കപ്പെടുകയാണ് ചെയ്തത് എന്നാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ശ്രീ രമേശ് നാരായണൻ പറയുന്നത് വളരെ നമ്മളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്ക് എടുക്കുക തന്നെ വേണം. നമ്മൾ ഇനി അദ്ദേഹത്തെ അദ്ദേഹത്തെ വിമർശിക്കുന്നതിലോ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതോ അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതോ ഒരു പൊതുസമൂഹത്തിന് ചേർന്നതല്ല. ഈ വിഷയത്തിൽ അമ്മ സംഘടന, സിനിമാ താര സംഘടന ഇതിനകത്ത് നിലപാടെടുത്തു കഴിഞ്ഞു എന്നേ. അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു നിലപാടിലേക്കൊക്കെ പോകുമ്പോൾ അത് പ്രൊഫഷണലായി തന്നെ ശ്രീ രമേശ് നാരായണനെ ബാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നില്ലേ? ഇപ്പോൾ ഇത്ര തവണ ഖേദപ്രകടനം നടത്തി, അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങളാണ്. ഇതിൽ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അത് ആര് മുൻകൈ എടുക്കുന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി മാപ്പപേക്ഷിക്കേണ്ടി വരുമോ താരസംഘടനയോട്? അങ്ങനെയൊക്കെ ഒരു തലത്തിലേക്ക് പോകേണ്ടി വരുമോ? ആസിഫ് അലിയോട് പലതവണയായി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു, ഫോണിൽ കിട്ടിയില്ല എന്ന് പറയുന്നു.
തീർച്ചയായും അമ്മയെപ്പോലുള്ള ഒരു സംഘടന ഒരു തീരുമാനം എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനം തന്നെ. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ വളരെ ഏറ്റവും നിർണായകമായ ഒരു ബോഡി തന്നെയാണ് അമ്മ. അവരൊരു തീരുമാനം എടുത്ത് അത് നടപ്പാക്കുകയും ചെയ്യും. അതിൻ്റെ സംഘടനാ ശക്തിയും അതിൻ്റെ പ്രഹശേഷിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ പരസ്യമായിട്ട് ശ്രീ രമേശ് നാരായണൻ ഈ കാര്യങ്ങൾ വ്യക്തമായി ആവർത്തിച്ച് ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് അതേ സ്പിരിറ്റിൽ അമ്മയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാലും ശ്രീ സിദ്ദീഖൊക്കെ അത് ഉൾക്കൊള്ളും, ശ്രീ ആസിഫ് അലി ഇത് ഉൾക്കൊള്ളും തന്നെയാണ് സാധാരണ ഒരു മലയാളി സിനിമാ കാഴ്ചക്കാരനെന്നതിൽ എനിക്ക് തോന്നുന്നത്. അവരതിന് ഉൾക്കൊള്ളും. പക്ഷേ അദ്ദേഹം അതിൽ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് നാരായണൻ അദ്ദേഹം അതിന് മുൻകൈ എടുക്കും, അതിൽ സംസാരിക്കും, ആ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കലാകാരന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് രണ്ട് പക്ഷത്താക്കുന്ന സമീപനം കലക്കും നല്ലതല്ല, നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല. ആ സ്പിരിറ്റിൽ അമ്മ ഉൾക്കൊള്ളും. അദ്ദേഹം ശ്രീ രമേശ് നാരായണൻ ഈ കാര്യം ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാറിനെയും അതുപോലെ മോഹൻലാൽ സാറിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ സജിൻ ബാബു, താങ്കളൊരു സംവിധായകനാണല്ലോ, ബിരിയാണി എന്ന സിനിമയുടെ സംവിധായകൻ. ഈ വിവാദത്തിൽ ഇപ്പോൾ താങ്കൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു? ഇപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ കണ്ട ശേഷമുള്ള ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അതിശക്തമായ പ്രതികരണം ഇതിനകം വന്നു കഴിയുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏത് ഭാഗത്ത് നിൽക്കും എന്ന് നമ്മൾ ഈ വിഷ്വൽസ് കണ്ടതാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് എല്ലാവരും, എനിക്ക് തോന്നുന്നു ചെറിയ ഈ പുതിയ തലമുറയിലും പഴയ തലമുറയിലും എല്ലാ മനുഷ്യരും കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷേ അതിന് വളരെ വ്യക്തമായിട്ട് രമേശ് നാരായണൻ സാറ് വളരെ പലവട്ടം നിരവധി തവണ ആവർത്തിച്ച് മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയും ആസിഫ് അലിയെ വിളിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ ഉള്ളത് ഇതൊരു പാഠമായിട്ട് നമ്മുടെ സൊസൈറ്റി കാണണമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ രീതിയിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വളരെ ഈ പബ്ലിക്കായിട്ട് ഈ വിഷ്വൽസ് ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടപ്പോൾ, ജനങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഈ ക്ഷമ ചോദിക്കാൻ വന്നത്. എന്തുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ അല്ലെങ്കിൽ ഈ സംഭവത്തിന് ശേഷം തന്നെ പുള്ളി ഇതിനെ അഡ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ കഴിഞ്ഞിട്ട്? അങ്ങനെ ഒരു ചോദ്യം എനിക്ക് അറിയില്ല, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ആ ഒരു സംശയം എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്ന ഈ പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും, ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു സിനിമ ലേണിംഗ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും പലരെയും കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇതേമാതിരിയുള്ള അനുഭവങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആ ഒരു ധാർഷ്ട്യത്തോട് പെരുമാറുക, അപ്പം അവർക്കൊക്കെ ഉള്ളൊരു പാഠമായിട്ട് ഇത് കാണുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇപ്പം പിന്നെ അതിന് അപ്പുറം എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പം എല്ലാവരും പറഞ്ഞു, എല്ലാ പാനലിസ്റ്റുകളും പറഞ്ഞു, അദ്ദേഹം വളരെ പലവട്ടം നിരവധി തവണ ആവർത്തിച്ച് ക്ഷമ ചോദിച്ചു, അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അങ്ങനെ പെരുമാറാൻ ആ ഒരു നിമിഷത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പേര് ചിലപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ പലർക്കും എനിക്ക് തോന്നുന്നു എന്താണ്, ആരാണ്, എന്തൊന്നും പലർക്കും അറിയണമെന്നൊന്നുമില്ല. നമുക്കാണ് അറിയുന്നത്, നമ്മളാണ് വലിയ ആള്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് അറിയാതിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തലമുറയിൽപ്പെട്ടവർക്ക് അറിയാതിരിക്കാം. പക്ഷെ ഈ കോമ്പയർ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്കോ ഇതൊന്നും അറിയണമെന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ഒഫൻഡഡ് ആവുകയും അവിടെ പോലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കണം ഉള്ള ഉത്തരവാദിത്വം ഒരു കലാകാരനുണ്ട്. ഒരു കലാകാരന് മാത്രമല്ല, ഒരു സിറ്റിസനുണ്ട്, ഒരു പൗരനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്ത് ഉണ്ടായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹം ഈ ഒരു എക്സ്പീരിയൻസിലൂടെ, മനുഷ്യർക്ക് ഉറപ്പായിട്ട് തെറ്റുകൾ പറ്റാം, നമ്മൾ ആ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് മനുഷ്യരായി പോകുന്നത്. പക്ഷെ എനിക്കറിയില്ല എത്ര കാലം. പിന്നെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പണ്ട് കാലത്ത് ഇത്തരം രീതികൾ വളരെ തുടർന്നുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ഒരു 5-10 കൊല്ലമായിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ ഓഡിറ്റ് ചെയ്യപ്പെടും എന്നത് മാത്രമല്ല, മോശം രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നു എന്നൊരു ഡ്രോബാക്ക് കൂടിയുണ്ട് ആ കാര്യത്തിൽ. ശ്രീ രമേശ് നാരായണൻ, അതെ, ശ്രീ രമേശ് നാരായണൻ, തീർച്ചയായിട്ടും നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞത് തന്നെ പറഞ്ഞോളൂ, പൂർത്തിയാക്കോളൂ. അല്ല, അദ്ദേഹം പറഞ്ഞത് തന്നെ നമ്മൾ വിഷ്വലി കണ്ടതാണ്. നമുക്ക് ഇനി ഇതിനെ കള്ളം മറച്ചു വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹം എങ്ങനെയാണ് ആസിഫിനോട് പെരുമാറിയെന്നും, അദ്ദേഹം ഒരു ചിരിക്ക് പോലും ചെയ്യാതെ ആസിഫ് തിരിച്ചെങ്ങനെയാണ് പെരുമാറിയെന്നും നമ്മൾ കണ്ട. ഇനി അതിന് നമ്മൾ ഈ ലോകത്തിൽ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിഷ്വലി കണ്ട കാഴ്ചയാണ്. അതിന് ഇനി മറച്ചു വെക്കാനോ ഇത് ചെയ്യാനോ കള്ളം മാറ്റി പറയാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സമയത്ത് അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ശരി. ശ്രീ രമേശ് നാരായണൻ, ഇപ്പോൾ സജിൻ ബാബു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിനും ഇത്തരം ചില ദുരനുഭവങ്ങൾ, അതായത്
വേറെ തലമുറ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ സിനിമയിൽ. അപ്പോൾ ന്യൂ ജനറേഷൻ പുതിയ ആളുകളോട്, യുവാക്കളോട്, പുതിയ താരങ്ങളോട് അല്ലെങ്കിൽ പുതിയ സംവിധായകരോടൊക്കെ മുൻ തലമുറ എങ്ങനെ പെരുമാറുന്നു, അതെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ പെരുമാറുന്നു എന്നുള്ള ഘട്ടത്തിലല്ല, ചില സമയങ്ങളിൽ മോശം അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുവേദിയിൽ ഇങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം, അത്തരം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഈ ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരാളാണോ? അങ്ങനെ ഒരു ദേഷ്യം അത് അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരാളാണോ? അത് അല്ലാത്ത രീതിയിലും പ്രതിഫലിച്ചിട്ടുണ്ടോ? ഒരിക്കലുമല്ല. അത് ഞാൻ ആലോചിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ സമയത്ത് എനിക്ക് ജയരാജ് വരണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. കാര്യം ബിക്കോസ് അദ്ദേഹം എന്നെ ആലോചിക്കാതെയാണ് അവിടുന്ന് അവാർഡ് സ്വീകരിക്കുന്നതും ഞാനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വരണം, അദ്ദേഹം കൂടെ വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മെൻ്റൽ അവസ്ഥ, മാനസിക അവസ്ഥ ആ രീതിയിലായിപ്പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചു പോയത്. ഞാൻ പറഞ്ഞു, അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്, പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും. അപ്പോൾ ആ സമയത്ത് ആസിഫ് അലി നമ്മുടെ സ്വന്തം എന്നൊരു അവസ്ഥയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആസിഫ് അലി ഈസ് ദർ, ആസിഫ് അലി ഉണ്ട്. അപ്പോൾ ആസിഫ് അലി ഇവിടെ ഉണ്ടാവും, ജയരാജ് വരുന്നവരെ നിൽക്കും എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരു സംഭവങ്ങളൊക്കെ നടന്നു ആ സമയത്ത്. പിന്നെയാണ് ആസിഫ് അവിടെ നിന്ന് മാറുന്നു, ആസിഫ് പിക്ചറിൽ വരുന്നില്ല. പിന്നെയാണ് ഞാൻ വീഡിയോയിലാണ് കാണുന്നത് ഇതാണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇത് യാദൃച്ഛികമായി സംഭവിച്ചു പോയതാണ്, ഡെഫിനറ്റ്ലി പെർപ്പസ്ലി ചെയ്തതല്ല എന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഊന്നിപ്പറയാണ്. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, ഞാനൊരു മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരും. അതിനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളിലുള്ള തെറ്റെന്താണെന്ന് വിശകലനം ചെയ്ത് ഓരോ നിമിഷവും നമ്മൾ വൃത്തിയാക്കി നമ്മളെ മനസ്സിനെ കഴുകിക്കളയുന്നതല്ലേ നല്ലത് എന്നാണ് എൻ്റെ ചോദ്യം. അത്രയേ ഉള്ളൂ. മ്യൂസിക് വാഷസ് ഓഫ് ദ ഡസ്റ്റ് ഓഫ് എവറി ഡേ ലൈഫ് എന്ന് പറയുന്നുണ്ട്. സംഗീതം ഓരോ നിമിഷവും നമ്മുടെ ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനോ വലിപ്പ ചെറുപ്പമോ, കൊച്ചുകുട്ടികൾ എനിക്ക് വേണ്ടി പാട്ട് പാടുന്നുണ്ട്, കൊച്ചുകുട്ടികൾ എഴുതുന്നുണ്ട് പാട്ട്. അവരെയൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. മോനെ ഇങ്ങനെ എഴുത്. ഒരാളെയും ഞാൻ അങ്ങനെ ദ്രോഹിച്ചിട്ടില്ല, ഇരുത്തി പഠിപ്പിച്ചിട്ടാണ്. ഈ പാട്ട് ഇരുത്തി എത്രയോ സമയങ്ങളെടുത്ത് അത് മാക്സിമം പാടിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് കൊച്ചുകുട്ടികളെന്നും ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ദേഷ്യം വരണ്ടേ? ആലോചിച്ച് നോക്കുങ്ങൾ. ഇത്രയും പാട്ടുകൾ ഞാൻ പഠിപ്പിക്കുന്നു, 2 മണിക്കൂർ 3 മണിക്കൂർ എടുത്തിട്ട് ഒരു വരി പാടി കൊടുത്ത് രണ്ടാമത് ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പലതും നടക്കുമോ? പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ എന്നെ മാനസികമായി തളർത്തിക്കളഞ്ഞു. മാനസികമായി ഞാൻ തളർന്നു പോയി അവിടെ. കാര്യം ഞാനവിടെ നിൽക്കുന്നു, എനിക്ക് റെപ്യൂട്ടേഷൻ കിട്ടുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ആ ഒരു മാനസിക സംശയം ചോദിക്കട്ടെ ശ്രീ രമേശ് നാരായണൻ, താങ്കളുടെ പേര് മറന്നത് ജയരാജ് തന്നെയാണല്ലോ. താങ്കളുടെ പേര് ഓർമ്മിപ്പിക്കാത്ത ജയരാജാണല്ലോ. ആ ജയരാജിനെ വിളിച്ചുകൊണ്ട് താങ്കൾ പിന്നെ എനിക്കറിയില്ല, താങ്കൾ നന്നായി ചിരിക്കുകയും പുരസ്കാരം ജയരാജിയെ ഒരിക്കലും കുറ്റം പറയരുത്. ജയരാജിയെ കുറ്റം പറയരുത്. അദ്ദേഹം എന്നെ വിളിക്കേണ്ടതായിരുന്നു. അദ്ദേഹം മറന്നതാണോ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ കുറ്റം പറയരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഭവിച്ചു പോയി. അദ്ദേഹം എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചു. അദ്ദേഹം രാവിലെ മെസ്സേജ് അയച്ചു. പറഞ്ഞോളൂ. അതല്ലേ നല്ലത്. ഒരാളെ നമ്മളെ കുറ്റം ചെയ്യുമ്പോൾ അവിടുത്തെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതല്ലേ നല്ലത്. അപ്പുറത്ത് മോശമായി പെരുമാറുകയും ചെയ്തു, അവിടെയാണ് പ്രശ്നം. അദ്ദേഹം അങ്ങനെയെങ്കിലും അദ്ദേഹം തിരിച്ചറിയണ്ടേ. നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവരെ കാര്യം അല്ല, അതല്ലേ നല്ലത്. ഇതൊന്നും അറിയാത്ത ആസിഫ് അലി എന്തിന് ഗാന്ധിസം എന്ന് പറഞ്ഞൊരു കാര്യത്തിലും ഞാൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അവിടെ എനിക്കൊന്നും പറയാനില്ല. അത് വന്നു പോയി. അതാണ് ആ സിറ്റുവേഷനിൽ സംഭവിച്ചു പോയി. അപ്പോൾ ആസിഫ് അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. ആസിഫ് എൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് ആസിഫ്. അത് തീർച്ചയായിട്ടും ഞാൻ കാണുന്നു. ആസിഫിനെ എനിക്ക് കാണണം. ഞാൻ രണ്ടാമതും പറയാണ്, ഐ ഹാവ് ടു ടോക്ക് ടു ഹിം പേഴ്സണലി.
ഞാൻ സംസാരിക്കും. ആസിഫിൻ്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല കേട്ടോ. ഇതുവരെ ആസിഫിനെ കാണാൻ പറ്റിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല നേരിട്ട്. ആദ്യമായിട്ടാണ് അന്ന് നേരിട്ട് കണ്ടത്. ഇത്രയും എളിമയുള്ള നല്ല സ്വഭാവം എല്ലാവരെയും ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ആസിഫിനെയാണ്. എല്ലാവരെയും ബ്ലസ് ചെയ്തു, എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വാങ്ങിച്ചുകൊണ്ടാണ് ആസിഫ് കയറിപ്പോയത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയോ സംഭവിച്ചു പോയി, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ചിരിയൊന്നും നോക്കാൻ പോലും തയ്യാറായില്ല താങ്കൾ, ആ മുഖത്തേക്കൊന്നും നോക്കിയില്ല. അത് ഞാൻ പറഞ്ഞില്ല മാഡം, പിന്നെ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? വൈ യു ആർ റിപ്പീറ്റിംഗ്? എന്തിനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എഗെയിൻ. നിങ്ങളെന്ത് വിചാരിക്കുന്നത്? കളിപ്പിക്കുകയാണോ എന്നെ? ഞാൻ പറഞ്ഞു സംഭവിച്ചു പോയെന്ന കാര്യം. സംഭവിച്ചു പോയി, ശരി. ഞാൻ എനിക്കറിയാം ആസിഫിൻ്റെ ചിരിയും എനിക്കിഷ്ടമാണ്. ശരി, പിന്നെന്തോന്ന് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ എം എ നിഷാദ്, നമ്മളെല്ലാവരും ഒരുപോലത്തെ ആൾക്കാരല്ലേ? നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ദേഷ്യപ്പെടണ്ട. ദേഷ്യം വരുന്നത് തന്നെയാണ് പ്രശ്നം. ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ ഈ വിഷയമായിട്ട് എടുക്കണ്ട. അദ്ദേഹം ഇല്ല, ഒരിക്കലും ഇല്ല. ദേഷ്യമല്ല ഞാൻ പറയുന്നത്. ശരി, മനസ്സിലായി. നമുക്ക് ഈ ചർച്ച 1 മണിക്കൂർ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിലെ എല്ലാ പിഴവുകളും പരിശോധിക്കുക എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ജയരാജാണ് ഇതിൽ ഉത്തരവാദിയെങ്കിൽ താങ്കൾക്ക് ജയരാജിനോട് വളരെ വിശദമായി ചിരിക്കാൻ പറ്റുകയും ആസിഫ് അലിയോട് മുഖം വീർപ്പിക്കാൻ പറ്റുകയും എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. അത് വിട്ടേക്കൂ, അത് ആ ഘട്ടത്തിൽ ചോദിച്ചാണ്. ശ്രീ എം എ നിഷാദ്, ഞാൻ ചോദിക്കുന്നത് ഈ വിഷയമായിട്ട് എടുക്കണ്ട. ഈ സജിൻ പറഞ്ഞതുപോലുള്ള ഞാൻ എം എ നിഷാദിനോട് ചോദിക്കുകയാണ്. ശ്രീ എം എ നിഷാദ്, സജിൻ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങൾ പല യുവ സംവിധായകർക്കുണ്ട്, സംഗീത സംവിധായകർക്കുമുണ്ട്. പലരും എൻ്റെ അടുത്ത് അങ്ങനെ പ്രതികരിച്ചു, ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ മുതിർന്നവരിൽ നിന്ന്, മുൻ തലമുറയിൽ നിന്ന് ഇത്തരം ദുരനുഭവങ്ങളുണ്ട്. അത് പരസ്യമായി കാണുന്നില്ല, അകത്തവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സജിനും ചില കാര്യങ്ങൾ പറയുന്നു. അത് സിനിമാ മേഖലയിൽ കുറച്ച് കൂടുതലാണോ ശ്രീ നിഷാദ്? സിനിമാ മേഖലയിൽ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയും കൊഞ്ഞാണ് മനസ്സുള്ള കുറേ എണ്ണം ഉണ്ട് സിനിമയിൽ. അത് സത്യം തന്നെയാണ്. അത് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് മൈൻഡ്സിന്റെ ഉടമകളാണ് അവര്. അത് മാത്രമല്ല, ഈഗോയും മറ്റു കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ട്. സജിന് അറിയാൻ കാര്യങ്ങൾ, സജിനും ഞാനും ഒക്കെ ആയിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്, ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പെട്ടെന്ന് ഈ മാറമ്പി സ്വഭാവവും അതുപോലെയൊക്കെ തന്നെ ഈ അഹങ്കാരവും ജാടയും ജാടയും പിന്നെ ഈഗോയും ഒക്കെ ഉള്ള കുറെ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഈ കാലം മാറി എന്നുള്ളത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ എല്ലാവരും ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും നിരീക്ഷണത്തിലാണ്. എല്ലാത്തരം ക്യാമറകളും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും, എത്ര ന്യായീകരണം പറഞ്ഞാലും ചില സത്യങ്ങളൊക്കെ പുറത്തു വരും. അതൊരു വസ്തുത തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതല്ലെങ്കിൽ പോലും സജിൻ ബാബു പറഞ്ഞ ഈ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാര്യം ഇതുപോലത്തെ കുറെ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ നമ്മള് പിന്നെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്നതും ഇൻസൾട്ടിങ് ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെ അപമാനിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്, അവഗണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ട കാലമായി. പുതിയ തലമുറ വന്നു, അവര് നല്ല രീതിയിൽ സിനിമയെ കൊണ്ടുപോകുന്നു. ഇപ്പൊ പഴയ മാനവത്തരത്തിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സത്യമായിട്ടുള്ള കാര്യം ഇല്ല എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി സംസാരിക്കുന്ന പോലെ. അപ്പൊ ഇതുപോലത്തെ മനസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞാനിപ്പം രമേശ് ജിയെ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ എടുക്കരുത്. അദ്ദേഹത്തിനൊരു പിന്നെ പിഴവ് സംഭവിച്ചു, അദ്ദേഹം അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നെ ഈ വിഷയം നമ്മൾ അത്രയും വലിയ സങ്കീർണമാക്കണ്ട എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ അദ്ദേഹം ഗാന്ധിസത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. മാറിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭരണഘടനയും ഗാന്ധിസത്തിലേക്ക് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം പുതുതായിട്ട് വരുന്നത് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ രീതി തന്നെയാണ്. ജനാധിപത്യത്തെയും വിശ്വസിക്കുന്നുണ്ട്. ഭരണഘടന, ഗാന്ധിസം, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ പിന്നെ മുന്നോട്ട് വരുന്നത് തന്നെ വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച നമുക്ക് കുറച്ചും കൂടി സജിൻ പറഞ്ഞ പോലെ, ഷുക്കൂർ വക്കീൽ പറഞ്ഞ പോലെയൊക്കെ കുറച്ച് ആളുകൾക്ക് ഒരു ഐ ഓപ്പണർ ആവട്ടെ. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ. എല്ലാവരെയും നോക്കി ആസിഫ് അലിയുടെ ചിരിയെ പറ്റി വരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന് എന്ത് പറ്റിയോ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചു ചിരിക്കാൻ പറ്റിയില്ല. അത് സംഭവിച്ചു പോയി. അപ്പൊ തീർച്ചയായിട്ടും ഇനി രമേശ് നാരായൺജിയുടെ ഭാഗത്തു നിന്നും അതുപോലുള്ള എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല ചിരികളുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല സംഗീതം വരട്ടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്.
അതുപോലെ തന്നെ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഒരു തരത്തിൽ പോലുമുള്ള ധ്രുവീകരണം നമ്മുടെ ഇടയിൽ പാടില്ല. അതില് നമ്മളെല്ലാവരും ശക്തമായി തന്നെ നിൽക്കണം. ഇത്തരം ആളുകളെ, ഇത്തരങ്ങൾ വിഷജന്തുക്കളെ അകറ്റി നിർത്തുക തന്നെ വേണം. ഈ വർഗീയ വിഷം വമിക്കുന്ന വിഷജന്തുക്കളെ നമ്മൾ അകറ്റുക തന്നെ വേണം. എന്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും, ഏത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വർഗീയപരമായി ചിന്തിക്കുന്നവന്മാരെയും വർഗീയത കാണിക്കുന്നവരെയും അകറ്റി നിർത്താൻ ഒരു കലാകാരൻ മുന്നിട്ടിറങ്ങണം. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇന്നത്തെ ഒരു വിഷയത്തോടു കൂടി വളരെ ശുദ്ധീകരിച്ച മനസ്സുമായി രമേശ് ജി അതിനും മുന്നോട്ട് വരും. അദ്ദേഹം ഇത്തരം വർഗീയവാദികളെ അകറ്റി നിർത്തും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇതിനൊരു വർഗീയ കളർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായും അതൊരു മാറ്റം ഈ ചർച്ചകളിലൂടെ ഉണ്ടാവട്ടെ, ഈ വിഷയത്തോടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ സജിൻ ബാബു, ആ രൂപത്തിൽ തന്നെയാണ് ഈ ചർച്ചയോടുകൂടി തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര തവണ ഖേദപ്രകടനം നടത്തിയോടുകൂടി ഈ വിഷയം ഇവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ അമ്മ സംഘടന ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ അതിന്മേൽ എന്തായിരിക്കും ഒരു നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം മാറ്റി നിർത്തൂ. അമ്മ സംഘടന വിചാരിച്ചാൽ താരങ്ങളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും പറ്റും, ആളുകളെ മാറ്റി നിർത്താനും അകറ്റി നിർത്താനും പറ്റും, ആളുകൾക്ക് ജോലി കൊടുക്കാനും കിട്ടാതിരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ സംഘടന എടുക്കുന്ന നിലപാട് പ്രധാനപ്പെട്ട വിഷയമാണ്. സംഘടന ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഗൗരവത്തിലെടുത്തുകൊണ്ട് അത് മറക്കാൻ തയ്യാറാകുമോ? എന്താണ് താങ്കളുടെ ഒരു തോന്നൽ? തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞതുപോലെ അമ്മയിലുള്ളവരും ഈ പറഞ്ഞ പോലെ കലാകാരന്മാരാണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പലവട്ടം ആവർത്തിച്ച് പുള്ളി പറയുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയ പിഴവാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഈ പ്രായത്തിലും അദ്ദേഹം അത് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ അത് അമ്മ സംഘടനയുള്ളവരും മനുഷ്യരാണല്ലോ, ഉറപ്പായിട്ട് അവരും അത് മനസ്സിലാക്കും. എനിക്ക് തോന്നുന്നത് ആസിഫ് അലി തന്നെ ഉറപ്പായിട്ട് ഇത് ആസിഫ് അലി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഇത് രമേശ് സാറിനെ വിളിച്ചിട്ട് ഇത് ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. ആസിഫ് അലി പരസ്യമായി ഒരു പ്രതികരണത്തിനും മോശം പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു രോഷം കാണിക്കുകയോ ഒരു പ്രതികരണത്തിനും വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, അദ്ദേഹം വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ള കാര്യം വളരെ വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമയ്ക്ക് വിളിച്ചാലും മറ്റുള്ളവർ താരങ്ങൾ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നുള്ളതാണെങ്കിൽ പോലും. പക്ഷെ അദ്ദേഹം നന്നായിട്ട് പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ജീവിതത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ എനിക്കൊരു കഴിഞ്ഞ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്ന ഫസ്റ്റ് ദിവസം മഹാവീര്യർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് അത് ചെയ്യുന്നത്, ബ്രിഷൈൻ മാഷ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അവിടെ ഒരു കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു പരിചയമില്ലേ, അതൊരു പരിചയമില്ലാത്ത ആസിഫ് അവിടെ വന്നിട്ട് കേക്ക് മുറിക്കാൻ നേതൃത്വം നൽകുകയും അദ്ദേഹം അതിന് ആ സന്തോഷത്തിൽ പങ്കാളിയാകുകയും ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടിട്ട് പോലുമില്ല. അപ്പം ഒരു മനുഷ്യനെ എങ്ങനെ പെരുമാറാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് പുള്ളി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ അതാണ് ശരിക്കും ആൾക്കാരും മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പെരുമാറേണ്ടതും എന്നുള്ളതാണ്. അതൊരു കലാകാരൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയേണ്ടത്. അത് ഇതൊരു പാഠമാവട്ടെ. ഈ അമ്മ സംഘടനയുടെ ഭാഗമാണോ, അംഗമാണോ? അല്ല, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എന്നാലും താരസംഘടന ഈ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം താങ്കളുടെ ഭാഗത്തുണ്ടാകുമോ? എടുത്തിട്ടില്ല. അത് മുതിർന്ന ആൾക്കാരൊക്കെ ഉള്ളേ. നമ്മൾ ഈ സംഘടനയുടെ ഈ സിനിമ താരമൊന്നും അല്ലല്ലോ. നമ്മൾ 1-2 സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് നമ്മൾ താരമൊന്നും ആകുന്നില്ലല്ലോ. ഈ കാര്യത്തിലുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ശ്രീ രമേശ് നാരായൺജി മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യാൻ തയ്യാറായത് വളരെ പോസിറ്റീവായ ഒരു സംഗതി എനിക്ക് തോന്നുന്നു. ഈ ചർച്ചയിലൊരു നിഷാദ് സാർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അദ്ദേഹം തെറ്റുകൾ മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വർത്തമാന ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. മഹാത്മാഗാന്ധിക്ക് ഈ കാലഘട്ടത്ത് പ്രസക്തി ഉണ്ടെന്നും ഏറ്റവും ചെറിയ രണ്ട് മനുഷ്യരുടെ ചെറുതെന്നല്ല 2 മനുഷ്യരുടെ ഇടപാടിൽ പോലും മഹാത്മാഗാന്ധിക്ക് റോളുണ്ട് എന്നുള്ളതും വർത്തമാന ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് തീർച്ചയായും അദ്ദേഹത്തിന് അമ്മയോട് സംസാരിക്കാം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരിക്കും ശ്രീ ലാലേട്ടനും സിദ്ദീഖ് സാറൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അദ്ദേഹം വിളിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിക്കാൻ നിൽക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആസിഫ് അലിനെ കുറിച്ച് സജിത് പറഞ്ഞല്ലോ. അദ്ദേഹം നായകനായ സിനിമയിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും
നമ്മളോട് കാണിക്കുന്ന ഒരു കൈൻഡ്നെസ് ഒക്കെ ഭയങ്കര വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത്രയും താഴ്മയുള്ള മനുഷ്യനോട് പെരുമാറുന്ന ഒരു നടനാണ് ആസിഫ് അലി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹം ഇതൊന്നും ഗൗരവത്തിലെടുക്കുന്നത് പോലും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇത് ഗൗരവത്തിലെടുത്തിട്ടേ ഉണ്ടാവില്ല. പക്ഷേ തീർച്ചയായും ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് കാണിച്ച ശ്രീ രമേശ് നാരായണൻ സാറിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം അംഗീകരിക്കുകയും അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായും അമ്മയും അതുപോലെ തന്നെ അത് FEFCAയുടെ മെമ്പറാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കൂടിയിരുന്ന് ഈ പ്രശ്നം ഇന്നോ നാളെയോ മറ്റന്നാളോ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും. കേരളത്തിലെ കലാകാരന്മാർ എല്ലാ അർത്ഥത്തിലും ഒന്നായി നിൽക്കും. വർഗീയതക്കെതിരെയും വിദ്വേഷത്തിനെതിരെയും പരസ്പരം മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ശത്രുക്കളാക്കുന്ന സമീപനങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ കലാകാരന്മാരും ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ രമേശ് നാരായണൻ, താങ്കൾ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, താങ്കൾ ഉടനീളം നിൽക്കുകയും പലതവണ ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ക്ഷമയോടെ കേൾക്കുകയും ചെയ്തു. അതിന് വളരെയധികം നന്ദി. മാത്രമല്ല, ഈ വിഷയത്തിൽ താങ്കൾക്ക് പറ്റിയ പിഴവ് സമ്മതിക്കുന്നതിനടുത്താണ് താങ്കൾ എത്രത്തോളം ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. ആ ഒരു സാഹചര്യം, നമ്മുടെ ചുറ്റും ക്യാമറകളുണ്ട്, ചുറ്റും കണ്ണുകളുണ്ട്. അപ്പോൾ നമ്മൾ വൈകാരികമായി ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അതിനപ്പുറമുള്ള അർത്ഥങ്ങൾ, വിചാരിക്കാത്ത അർത്ഥങ്ങൾ എടുക്കുന്നവരും അതിനെ വ്യാഖ്യാനിച്ച് വലുതാക്കുന്നവരും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ കാലം അത്ര നന്നല്ല എന്ന് താങ്കൾക്കിപ്പോൾ ബോധ്യമായിരിക്കുമെന്ന് കരുതുകയാണ്. ഏതായാലും ആസിഫ് അലിയും ശ്രീ രമേശ് നാരായണനും ഒരുമിച്ച് ചിരിച്ചു നിൽക്കുന്ന ഒരു ഫ്രെയിം വൈകാതെ തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച നല്ല നോട്ടോടുകൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ രമേശ് നാരായണൻ, അഡ്വക്കേറ്റ് ഷുക്കൂർ, സജിൻ ബാബു, അതുപോലെ ശ്രീ MA നിഷാദ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.